ഹായ് വ്യൂവേഴ്സ്, ഇന്ന് ബട്ടൻ്റെ ഹോളും എങ്ങനെയാണ് തുന്നിയെടുക്കുന്നത് ഒരു വീഡിയോ ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ കോട്ടിൻ്റെതാണ്. അപ്പോൾ ഒരു 4 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. 4 ഇഞ്ച് അകലത്തിലാണ് ബട്ടൺ കൊടുക്കുന്നത്. അപ്പോൾ ഒരു 6 7 ഉള്ള കുട്ടികളതാണെങ്കിൽ ഒരു 3 ഇഞ്ച്, അതുപോലെ 1ാം ക്ലാസ് 2ാം ക്ലാസ്സിൻ്റെ ഒക്കെ പ്രായത്തിലുള്ള 5 വയസ്സിൻ്റെ ഒക്കെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് 2 ഇഞ്ച് അകലം കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം ബട്ടൺ അളവ് എടുക്കുകയാണ്. അപ്പോൾ ഒരു ബട്ടൻ്റെ പകുതി വെച്ചിട്ടാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ ബട്ടൺ ഹോളിന് വേണ്ടിയിട്ടാണ് ബട്ടൺ വെച്ച് തന്നെ അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ബട്ടൻ്റെ പകുതി ഭാഗം വെച്ചിട്ട് നമ്മൾ പ്ലക്കർ ഉപയോഗിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ബട്ടൺ വെച്ചിട്ട് അടയാളപ്പെടുത്തിയെടുത്താൽ ഒരിക്കലും നമ്മളെ ബട്ടൻ്റെ ഹോൾ വലിപ്പം കൂടില്ല. നെക്സ്റ്റ് വേണ്ടത് നമുക്ക് നൂലെടുക്കുകയാണ്. നൂല് 2 ലെയറായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കോർക്കുമ്പോൾ 4 ലെയറായിട്ടുണ്ടാവും നൂല്. ബട്ടണ് ആണ് ആദ്യം തുന്നിയെടുക്കുന്നത്. അപ്പോൾ ബട്ടന് വേണ്ടിയിട്ട് നമ്മൾ തുന്നുമ്പോൾ 4 ലെയറായിട്ട് വേണ്ടി വരും നൂലെടുക്കാൻ. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ഹോള് നിറയുകയും ചെയ്യും, നല്ല ഉറപ്പുണ്ടാവുകയും ചെയ്യും കേട്ടോ. ക്ലോത്തിൻ്റെ താഴെ ഭാഗത്തു നിന്നാണ് ആദ്യം നമ്മളിത് നൂല് കോർത്ത് കൊടുക്കുന്നത്. അറ്റത്തൊരു കെട്ടൊക്കെ ഇട്ടതിന് ശേഷം നമ്മളിതേപോലെ കുത്തി കൊടുത്ത് ആ കെട്ട് നല്ല ടൈറ്റ് ആയിരിക്കണം. അത് കഴിഞ്ഞിട്ട് 2 ലെയറായിട്ടാണ് അത് ക്രോസായിട്ടും അങ്ങനെയും തുന്നാൻ പറ്റും. 2 ലെയറായിട്ടാണ് തുന്നി കൊടുക്കുന്നത്. 2-3 ലെയറായിട്ട് തുന്നിയാൽ തന്നെ ഏകദേശം നിറഞ്ഞിട്ടുണ്ടാവും ഹോള്. സെയിം കളറ് നൂല് തന്നെ എടുക്കാൻ നോക്കുക. എല്ലായ്പ്പോഴും പറയുന്നത് പോലെ തന്നെ എല്ലാവരും ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നാല് ലെയറായിട്ടൊക്കെ എടുക്കുമ്പോൾ ത്രെഡ് നല്ല ടൈറ്റും ഉണ്ടാവും. കട്ടിയുള്ള ക്ലോത്ത് ആണെങ്കിൽ സാവധാനം നല്ല ടൈറ്റായിട്ട് തന്നെ തുന്നി കൊടുക്കണം. ഇതിൻ്റെ ബട്ടണൊക്കെ തുന്നി കഴിഞ്ഞതിന് ശേഷം ചീത്ത ഭാഗത്തേക്ക് മറിച്ചിട്ട് നമ്മൾ അവിടെ ലോക്കാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. 2-3 തവണ ആയിട്ട് ചുറ്റിയിട്ട് ലോക്കാക്കിയാൽ മതി. ഇനി നമ്മൾ എടുക്കുന്ന ത്രെഡ് ബട്ടൻ്റെ ഹോള് തുന്നാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ 2 ലെയറായിട്ട് എടുക്കണം. ബട്ടൺ തുന്നുന്നത് പോലെ അല്ല കേട്ടോ, കുറച്ചൊരു വ്യത്യാസമുണ്ട് ബട്ടൻ്റെ ഹോള് തുന്നുമ്പോൾ എടുക്കുന്ന നൂലിന്. 2 ലെയറായിട്ട് തന്നെയാണ് അത് എടുക്കുന്നത്. പക്ഷേ ആദ്യത്തെ അറ്റം കോർത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് അറ്റത്തിലൂടെ കോർത്തിട്ട് ഇണക്കി വലിച്ചാൽ പെട്ടെന്ന് അറ്റം അടർന്ന് പോരില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓരോ ലെയറും കോർക്കുമ്പോൾ സൂചി കോർത്തതിന് ശേഷം ആദ്യം കോർത്ത റൗണ്ടിൻ്റെ ഉള്ളിലൂടെ കോർത്ത് വലിച്ചിട്ട് കെട്ടിട്ട് കൊണ്ടാണ് ബട്ടൺ ഹോൾ തുന്നുന്നത്. മെഷീൻ വെച്ച് തുന്നുന്നതിനേക്കാൾ കൂടുതൽ കൈകൊണ്ട് തുന്നുമ്പോഴാണ് നമ്മളെ ബട്ടൺ ഹോളിന് കുറച്ചൊരു ഉറപ്പുണ്ടാവുകയുള്ളൂ. ബട്ടൺ ഹോളിൻ്റെ 2 അറ്റം വരുമ്പോൾ ആ അറ്റത്തേക്ക് കൊണ്ടുപോയിട്ട് ഒരു കെട്ട് പ്രത്യേകമായിട്ട് ഇട്ട് കൊടുക്കണം. എങ്കിൽ ഹോൾ അകന്നിരിക്കാതെ നിൽക്കുകയുള്ളൂ. അങ്ങനെ 2 ഭാഗവും തുന്നിക്കഴിഞ്ഞാൽ ശേഷം നമുക്കിതിൻ്റെ വീണ്ടും ഇതുപോലെ അപ്പുറം മറിച്ചിട്ട് ലോക്കാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്.
രണ്ട് ഭാഗവും തുന്നി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അപ്പുറത്തേക്ക് മറിച്ചിട്ട് നമ്മൾ നേരത്തെ കൊടുത്തതുപോലെ തന്നെ അവിടെ ചെറിയതായിട്ടൊന്ന് ലോക്കാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. 1-2 തവണ ലോക്കാക്കിയാൽ തന്നെ അടർന്നു പോരില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത്. നമുക്കിതിൻ്റെ ബട്ടണൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കാം കേട്ടോ. മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.